ഷാഡോ സബ്ട്രാക്റ്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ലെറ്റ്സ് റിമൂവ് സീ ദ പിക്ചേഴ്സ്. ഇവിടെ പിക്ചേഴ്സ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ക്വയേഴ്സ് ആണല്ലേ തന്നിരിക്കുന്നത്. ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ ഹിയർ? ഇവിടെ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? ഇവിടെ സ്ക്വയേഴ്സ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഫസ്റ്റിൽ 100 സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് ടു 100 സ്ക്വയേഴ്സ്, നെക്സ്റ്റ് ടു 100 സ്ക്വയേഴ്സ്. അപ്പോൾ എത്ര ഹൺഡ്രഡ്സ് ആണ്? 300 അല്ലേ. അപ്പോൾ 300 എന്ന് എഴുതുക. നെക്സ്റ്റ് ഹൗ മെനി ടെൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ടെൻസ് എത്രയാണ്? 3 ടെൻസ് അല്ലേ ഉള്ളത്. അപ്പോൾ 3 ടെൻസ് എന്ന് എഴുതുക. ഹൗ മെനി വൺസ്? വൺസ് എത്രയാണ്? 2 വൺസ് ആണല്ലേ. 2 വൺസ് എന്ന് എഴുതുക. വാട്ട് ഈസ് ദ നമ്പർ? നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എത്രയാണ്? 332 അല്ലേ. അതവിടെ എഴുതുക. ലെറ്റ്സ് റിമൂവ് 212 സ്ക്വയേഴ്സ് ഫ്രം ദിസ്. നമുക്ക് ഇതിൽ നിന്ന് 212 സ്ക്വയേഴ്സ് റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇൻ ദ റിമൈനിങ് ഹൗ മെനി ഹൺഡ്രഡ്സ്, ഹൗ മെനി ടെൻസ്, ഹൗ മെനി വൺസ്. ഇവിടെ ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു? 332 സ്ക്വയേഴ്സ് അല്ലേ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 212 സ്ക്വയേഴ്സ് നമ്മൾക്ക് റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇൻ ദ റിമൈനിങ്, അതായത് ബാക്കി എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്രയാ ബാക്കി? എത്ര ഹൺഡ്രഡ്സ് ആണ്? 300 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 200 പോയാൽ ബാക്കി 100 അല്ലേ. അപ്പോൾ എത്രയാ? 100 ആണ്. ദെൻ ഹൗ മെനി ടെൻസ്? എത്ര ടെൻസ് ആണുള്ളത്? 3 ടെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു 10 പോയി. അപ്പോൾ എത്രയാ? 2 ടെൻസ് അല്ലേ. അപ്പോൾ 2 ടെൻസ് ആണ്. ദെൻ ഹൗ മെനി വൺസ്? എത്ര വൺസ് ആണ്? എത്രയായിരുന്നു വൺസ് ഉണ്ടായിരുന്നത്? 2 വൺസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എത്രയാണ് റിമൂവ് ചെയ്യേണ്ടത്? 212 ആയിരുന്നു അല്ലേ. 2 എന്നല്ലേ വൺസിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വൺസാ? 0 വൺസ് ആയില്ലേ. ദെൻ വാട്ട് ഈസ് ദ നമ്പർ? അപ്പോൾ നമ്പർ എത്രയാണ്? 120 എന്നല്ലേ ആൻസർ വരിക. അതായത് 332 നിന്ന് 212 പോയി കഴിഞ്ഞാൽ എത്രയാണ് വരിക? 120 എന്ന് വരും. ഇനി എന്താണ്? ക്യാൻ യു സബ്ട്രാക്ട് 116 ഫ്രം 338 ലൈക്ക് ദിസ്? അതായത് നിങ്ങൾക്ക് 338 നിന്ന് 116 ഇതുപോലെ കുറയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ്? 338 എന്ന് പറഞ്ഞാൽ 300സും 3 ടെൻസും 8 വൺസും ആണല്ലോ. അതിൽ നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത്? 100സും 1 ടെന്നും 6 വൺസും അല്ലേ. അപ്പോൾ 300സിൽ നിന്ന് 100 പോയാൽ എത്രയാണ് ബാക്കി? 200s ആണ് അല്ലേ. 3 ടെൻസിൽ നിന്ന് 1 10 പോയാൽ എത്രയാ ബാക്കി? എത്രയാണ് വരിക? 2 ടെൻസ് ആണ്. ദെൻ 8 വൺസിൽ നിന്ന് 6 വൺസ് പോയാൽ ബാക്കി എത്രയാണ്? 2 അല്ലേ. 2 വൺസ് അല്ലേ. അപ്പോൾ എത്രയാണ് നമ്പർ വരിക? 222. ഇവിടെ നിങ്ങൾ കണ്ടെത്തിയ മെത്തേഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്താൽ മതി. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇവിടെ കണ്ടോ, നമുക്ക് കംപ്ലീറ്റ് ദ പാറ്റേൺ പോലെ തന്നിരിക്കുകയാണ് കേട്ടോ. 319, പിന്നെ 310, പിന്നെ 301. ഇവിടെ ഡിക്രീസിങ് ആണല്ലോ, കുറഞ്ഞു വരികയാണല്ലോ ചെയ്യുന്നത് നമ്പേഴ്സ്. അപ്പോൾ എത്രയാണ് കുറയുന്നത്? 319 ആയിരുന്നു, പിന്നെ 310 ആയി എന്ന് പറയുമ്പോൾ അവിടെ കുറഞ്ഞത് എത്രയാണ്? 9 ആണ് അല്ലേ. ആണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ സൈഡിലിട്ട് നോക്കുകയാണോ? 319 മൈനസ് 310 എന്ന് പറയുമ്പോൾ എന്താ? വൺസിൽ നിന്ന് 9ൽ നിന്ന് 0 പോയാൽ എത്രയാണ്? 9 തന്നെയാണ്. 1ൽ നിന്ന് 1 പോയാൽ 0, ദെൻ 3ൽ നിന്ന് 3 പോയാൽ 0. അപ്പോൾ എത്രയാണ് കുറഞ്ഞത്? 9 അല്ലേ. അപ്പോൾ 9 ആണ് ഡിഫറൻസ്. ദെൻ 310ൽ നിന്ന് 301 ആയി എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസ് എത്രയാണ്? 9 അല്ലേ. 310 ആണ് അല്ലേ. 301 ആയി എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 9 പോകുമ്പോഴല്ലേ 1 ആവുക. അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ സൈഡിലിട്ട് ചെയ്യുക കേട്ടോ. 310 മൈനസ് 301 എത്ര ഡിഫറൻസ് എന്ന് നോക്കി നോക്കൂ. എത്രയാണ്? 0ൽ നിന്ന് 1 പോവുമോ? ഇല്ല അല്ലേ. 0 വൺസിൽ നിന്ന് 1 വൺസ് കുറയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ടെൻസിൽ നിന്ന് ബോറോ ചെയ്യണം. എത്രയാണ് ബോറോ ചെയ്യുക? ടെൻസിൽ നിന്ന് 10 അല്ലേ. അവിടെ ഉണ്ടായത് എത്രയാണ്? 1 ടെൻസ് ആണല്ലേ. അപ്പോൾ 1 ടെൻസ് നമ്മൾ ഇങ്ങോട്ട് ബോറോ ചെയ്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? 10ൽ നിന്ന് 1 കുറയ്ക്കാമല്ലോ. അപ്പോൾ എത്രയാണ്? 9 അല്ലേ. ദെൻ ഇപ്പോൾ ടെൻസിൽ എത്രയുണ്ട്? 0 ആണ് അല്ലേ. നമ്മൾ ഒരു 10 ഉണ്ടായിരുന്നു, ആ 10 ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങോട്ട് ബോറോ ചെയ്തു. അപ്പോൾ ഇവിടെ 0 ടെൻസ് അല്ലേ. 0ൽ നിന്ന് 0 പോയാൽ 0, ദെൻ 3ൽ നിന്ന് 3 പോയാൽ 0. ഡിഫറൻസ് എത്രയാണ്? 9 ആണ് അല്ലേ. ഇത് നമുക്കിനി എല്ലാം 9 9 9 കുറച്ച് എഴുതണം. അപ്പോൾ 301ൽ നിന്ന് 9 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മൈൻഡ് കാൽക്കുലേഷൻ വഴി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ 301ൽ നിന്ന് ഫസ്റ്റ് നമ്മൾ ഈ 9ൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന റൗണ്ടഡ് ഫിഗർ, അതായത് 10, 20, 30 അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ 9ൻ്റെ തൊട്ട് കിടക്കുന്ന റൗണ്ടഡ് ഫിഗർ 10 അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? 301ൽ നിന്ന് 10 കുറയ്ക്കുക. 10 കുറച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുമല്ലോ 291 എന്ന്. ഇവിടെ 9 കുറച്ചാൽ മതിയില്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ 1 എന്ത് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യുക ഈ 291ൻ്റെ കൂടെ. അപ്പോൾ 292 എന്ന് കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക? 301 മൈനസ് 9 എന്ന് ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മളിവിടെ വൺസ് പ്ലേസിൽ 1 ഉള്ളൂ. 9 കുറയ്ക്കാൻ പറ്റില്ല, ഇല്ലല്ലോ, 1ൽ നിന്ന് 9 പോവില്ലല്ലോ. അപ്പോൾ നമ്മൾ ടെൻസിൽ നിന്ന് ബോറോ ചെയ്യണം. പക്ഷേ ഇവിടെ ടെൻസിൽ ഒന്നുമില്ല, 0യാ. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഹൺഡ്രഡ്സിൽ നിന്ന് ടെൻസിലേക്ക് ബോറോ ചെയ്യണം. എന്നിട്ട് ടെൻസിൽ നിന്ന് വൺസിലേക്ക് ബോറോ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, 300s ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ടെൻസിലേക്ക് ബോറോ ചെയ്യണം. അപ്പോൾ ടെൻസിലേക്ക് ബോറോ ചെയ്യുമ്പോൾ ഹൺഡ്രഡ്സ് പ്ലേസിൽ നിന്ന് ഒരു 100 ആണ് ബോറോ ചെയ്യുക. ടെൻസിൽ നിന്ന് ബോറോ ചെയ്യുമ്പോൾ ടെൻസ് ആണ് ബോറോ ചെയ്യുക. ഇവിടെ ഹൺഡ്രഡ്സിൽ നിന്ന് ബോറോ ചെയ്യുമ്പോൾ ഒരു 100 ആണ് ബോറോ ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക, ടെൻസ് പ്ലേസിൽ എഴുതുമ്പോൾ 10 ടെൻസ് അല്ലേ 100 എന്ന് പറഞ്ഞാൽ, അപ്പോൾ മുകളിൽ 10 എന്ന് എഴുതുക. 0ൻ്റെ തൊട്ട് മുകളിലായിട്ട് 10 എന്ന് എഴുതുക. ഇവിടെ ഹൺഡ്രഡ്സിൽ ഇപ്പോൾ എത്ര ഈ ബാലൻസ് 200s ആയി കേട്ടോ. ഹൺഡ്രഡ്സിൻ്റെ അവിടെ 2 എന്ന് എഴുതണം. 200s ആയി അപ്പം തന്നെ എഴുതി വയ്ക്കുക. ഒരു 100 നമ്മൾ ബോറോ ചെയ്തു. 10 ടെൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു 10 ആണല്ലോ ബോറോ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൺസിലോട്ട് ഒരു 10 നമ്മൾ ബോറോ ചെയ്യണം. 10 ബോറോ ചെയ്താൽ ഓൾറെഡി അവിടെ ഒരു 1 കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 10ഉം കൂടി ആഡ് ചെയ്ത് അവിടെ എത്രയായി മാറും, മുകളിൽ എഴുതി വയ്ക്കുക. 11 ആവും അല്ലേ. ഇനി 11ൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം, 9 കുറയ്ക്കണം. 9 കുറച്ചാൽ എത്രയാണ് വരിക, 2 അല്ലേ. 2 എന്ന് അവിടെ എഴുതുക. ദെൻ ഇപ്പോൾ ടെൻസിൽ എത്ര ഉണ്ട്, ടെൻസിലിപ്പോൾ 10 ടെൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 ബോറോ ചെയ്തു, ഒരു 10 ബോറോ ചെയ്തു അല്ലേ. ബാക്കി അവിടെ 9 ടെൻസ് ആയല്ലോ. അപ്പോൾ 9 ഇറക്കിയിടുക, വേറെ ഒന്നും കുറയ്ക്കാനൊന്നുമില്ല. ദെൻ ബാക്കി ഹൺഡ്രഡ്സിൽ എത്ര ഉണ്ട്, 200s അല്ലേ, 2 ഇറക്കിയിടുക. അപ്പോൾ എത്രയാണ് വരിക, 292. ഇങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, 292ൽ നിന്ന് ഇനി ഇതേപോലെ 9 കുറയ്ക്കുക കേട്ടോ. ആദ്യത്തെ രീതിയിലാണെങ്കിൽ 292ൽ നിന്ന് 10 കുറയ്ക്കാൻ എളുപ്പമല്ലേ. ഫസ്റ്റ് 10 കുറയ്ക്കുക, അപ്പോൾ എത്രയാണ് വരിക, 282 എന്ന് വരും. പക്ഷേ നമുക്ക് 9 കുറച്ചാൽ മതിയായതുകൊണ്ട് നമ്മൾ 1 അങ്ങോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്, 283 എന്ന് ചെയ്യാം. ദെൻ 283ൽ നിന്ന് ഇതേപോലെ 10 കുറയ്ക്കുക, 273 എന്ന് വരും. ദെൻ 273ൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുക, അപ്പോൾ 274. നിങ്ങൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ സൈഡിൽ ഇട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് നോക്കൂ, 728, പിന്നെ 700, then 672 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെയും ഡിക്രീസിങ് തന്നെയാണ്, എത്ര കുറയണമെന്ന് നമുക്ക് കാണാം. 728ൽ നിന്ന് 700 ആയി എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ, എത്രയാ 28 കുറഞ്ഞു അല്ലേ. ദെൻ 700ൽ നിന്ന് 672 ആയി എന്ന് പറഞ്ഞാൽ എത്ര ഡിഫറൻസ് നോക്കി നോക്കൂ. അടുത്ത നമ്പർ 672 ആണ് അല്ലേ. അപ്പോൾ എത്രയാണ് അവിടെ കുറയുന്നത് നോക്കൂ. 700ൽ നിന്ന് 20 പോയാൽ 680 ആണ്. ദെൻ 680ൽ നിന്ന് ഒരു 8 പോയാൽ അല്ലേ 672 വരിക. 672ൽ നിന്ന് 28 കുറച്ചിട്ട് എഴുതുക, എത്രയാണ് വരിക, 644 എന്ന് വരും. ദെൻ 644ൽ നിന്ന് 28 കുറച്ച് എഴുതുക, എത്രയാണ് വരിക, 616 എന്ന് വരും. ദെൻ 660ൽ നിന്ന് 28 കുറയ്ക്കുക, അപ്പോൾ എത്രയാണ് വരിക, 588 എന്ന് വരും. ഇങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് നോക്കൂ, ആഡ് ഓർ സബ്ട്രാക്ട്. ആഡ് ചെയ്യണോ അതോ സബ്ട്രാക്ട് ചെയ്യണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ദ സ്കൂൾ സൊസൈറ്റി ഗോട്ട് 642 rupees in 2 days. സ്കൂൾ സൊസൈറ്റിക്ക് 642 രൂപ 2 ദിവസമായിട്ട് കിട്ടി. 253 rupees വാസ് ഗോട്ട് ഓൺ ദ ഫസ്റ്റ് ഡേ. ആദ്യത്തെ ദിവസം എത്രയാണ് കിട്ടിയത്, 253 rupees ആണ്. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ഓൺ ദ സെക്കൻഡ് ഡേ. അപ്പോൾ സെക്കൻഡ് ദിവസം, രണ്ടാമത്തെ ദിവസം അവർക്ക് എത്രയാണ് കിട്ടിയിരിക്കുക എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ടോട്ടൽ എമൗണ്ട് എത്രയാണ്, 642 ആണ്. ഫസ്റ്റ് ഡേയിൽ 253 കിട്ടി, ബാക്കി എത്രയാണ് സെക്കൻഡ് ഡേയിൽ കിട്ടിയിരിക്കുന്നത് എന്നാണ് അല്ലേ. ഇൻ വാട്ട് ഓൾ വേസ് ക്യാൻ വി കാൽക്കുലേറ്റ്, ഏതൊക്കെ വേസിൽ നമുക്ക് കണ്ടെത്താം എന്നിവരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് എന്താണ്, നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. എന്ത് ചെയ്യുക, ഈ 253ൽ നിന്ന് 642 ആവാനായിട്ട് എത്ര ഉണ്ടോ നോക്കുക. 253ൽ നിന്ന് 642 ആവാനായിട്ട് എത്ര ഉണ്ട് നോക്കിയാൽ മതി. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുക, 253ൽ നിന്ന് അടുത്ത റൗണ്ടഡ് ഫിഗർ 60 ആണല്ലോ 253 കഴിഞ്ഞാൽ. അപ്പോൾ എത്രയാണ് അവിടെ ഉള്ളത്, 7 അല്ലേ. ദെൻ 260ൽ നിന്ന് നമ്മൾ 300ലേക്ക് നോക്കുക, അപ്പോൾ എത്രയാണ് 40 അല്ലേ. ദെൻ 300ൽ നിന്ന് 600ലേക്ക് നോക്കുക, അപ്പോൾ എത്രയാണ് 300 ആണ്. ദെൻ 600ൽ നിന്ന് 642 എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ് 42 ഉണ്ട് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുക, ആ ഡിഫറൻസ് ഫുള്ളും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ്, 7 + 40 + 300 + 42 എത്രയാണ്, 389. ഈ രീതിയിൽ ചെയ്യാം. മെത്തേഡ് 2 നോക്കൂ.
മെത്തേഡ് 2 എങ്ങനെയാണ്? 253ൽ നിന്ന് 300ലേക്ക് എത്ര ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കുക. അപ്പോൾ എത്രയാണ്? 47 അല്ലേ? അപ്പോൾ 253 + 47 ആണല്ലോ 300. 300ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 642 കിട്ടുക നോക്കുക. 342 ആഡ് ചെയ്യുമ്പോഴല്ലേ 642 കിട്ടുക. അപ്പോൾ ഈ 342ഉം ഈ 47ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണല്ലോ എൻ്റെ ഡിഫറൻസ് 389. അങ്ങനെ ചെയ്യാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ ബോറോ ചെയ്ത മെത്തേഡാണ് കേട്ടോ. ഇവിടെ കണ്ടോ നമ്പർ നമുക്ക് 642 ആണ്. അത് 500 10 13 1 12 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ബോറോ ചെയ്തതിന് ശേഷമുള്ളത് കാണിച്ചിരിക്കുകയാണ്. അതിവിടെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കുറയ്ക്കുന്ന രീതി, അതുതന്നെയാണ്. അപ്പോൾ നോക്കൂ, 642ൽ നിന്ന് 253 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വൺസിൽ എത്രയാണ്? 2 വൺസ് ആണ്. അതിൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ടെൻസിൽ നിന്ന് ഒരു 10 ബോറോ ചെയ്യണം. അപ്പോൾ 10ഉം പിന്നെ ഒരു 2 അവിടെ ഉണ്ടായിരുന്ന 2ഉം കൂടി അപ്പോൾ എത്രയായി മാറി? 12 ആയി. അതല്ലേ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? 12 വൺസ് എന്ന്. ഈ 12 വൺസിൽ നിന്ന് 3 പോയാൽ എത്രയാണ് വരിക? 9 അല്ലേ? 9 എന്ന ചോട്ടിൽ ഇറക്കിയിടുക. ദെൻ നോക്കൂ, ഇവിടെ എത്രയായി മാറിയപ്പോൾ ടെൻസിൽ ഒരു 10 ബോറോ ചെയ്തപ്പോൾ ഇവിടെ 3 10s ആയി മാറി. 3 10സിൽ നിന്ന് 5 10s കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 100സിൽ നിന്ന് ഒന്ന് ബോറോ ചെയ്യണ്ടേ? ഒരു 100 അല്ലേ ബോറോ ചെയ്യുക. അപ്പോൾ ഇവിടെ 100s പ്ലേസിൽ 5 ആയി. ഒരു 100 ബോറോ ചെയ്തപ്പോൾ 10 10s ആണ് അല്ലേ? 100 എന്ന് പറഞ്ഞാൽ 10 10സും ഒരു 3 അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ 13 ആവുമല്ലോ, 13 10s എന്നാവുമല്ലോ. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? ടെൻസിൽ ഇപ്പോൾ 13 എന്നും 100സിൽ 5 എന്നും അല്ലേ? അപ്പോൾ 13 10സിൽ നിന്ന് ഒരു 5 10s പോയാൽ എത്രയാണ്? 8 അല്ലേ വരിക? 8 10s എന്ന് എഴുതുക. ദെൻ 500സിൽ നിന്ന് 200 പോയാൽ എത്രയാണ്? 300s അല്ലേ? അങ്ങനെയാണ് 389 എന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.